ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ബിഗ് ബോസിനെ കുറിച്ച് നമ്മുടെ എന്താ പറയുക, കഴിഞ്ഞ സീസണിലെ മാരാറ് പറയണ കുറച്ച് സംഭവങ്ങൾ ഞാൻ കേൾക്കാനിടയായിട്ട് ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഇത് തോന്നിയിട്ട്, അത്രയ്ക്കും മോശം ഇതായിട്ടാണ് മാരാറ് പറയുന്നത്. എന്താ പറയുക, ബിഗ് ബോസ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ, അതിൽ കുറച്ച് പേര് ചേർന്നിട്ട് എന്താ പറയുക, ബിഗ് ബോസിലുള്ളവരെയും നമ്മളെ കാണുന്ന പ്രേക്ഷകരെ പൊട്ടന്മാരാക്കുകയാണ് എന്നാണ് നമ്മുടെ അഖിൽ മാരാറ് പറയുന്നത്. അപ്പോൾ മോഹൻലാൽ ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. മോഹൻലാൽ വരുന്നത് ജസ്റ്റ് അവർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊന്ന് അവതരിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് മോഹൻലാൽ വരുന്നത്. മോഹൻലാലിന് ഇത് ബിഗ് ബോസിന്റെ ഷോ കാണേണ്ട പോലും ഇല്ല. അല്ലാതെ തന്നെ 100 കൂട്ടം കാര്യങ്ങളുള്ളതാണ്. അപ്പോൾ അവിടുത്തെ ഒരു ഇതെന്ന് പറഞ്ഞിട്ട് അവതാരകൻ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം വന്നിട്ട് അവർ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ മോഹൻലാലിനെ ഒന്നും കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ അതിൽ അകത്തുള്ള ബിഗ് ബോസിന്റെ ഈ മെമ്പേഴ്സ് ഉണ്ടാവില്ല, അതിന് ഇപ്പം നമുക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ ഒരുപാട് പേര് വേണം. അപ്പോൾ അതിലുള്ള ആളുകളാണ് ഇതിനെതിരെ ഇതാവുന്ന. അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് മാത്രമേ അവർ കപ്പ് കൊടുക്കുകയുള്ളൂ. അതുപോലെ തന്നെ പല കാര്യങ്ങളും ചെയ്യുള്ളൂ. ഇപ്പം നോമിനേഷനിൽ ആര് വരണം എന്നുള്ളത് അവരാണ് തീരുമാനിക്കുന്നത്. എന്നിട്ട് അവര് ആരെ ഔട്ടാക്കണം എന്നുള്ളത് അവർ തന്നെ തീരുമാനിക്കും. അവര് ഔട്ടാക്കും. അല്ലാതെ പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കുന്നു എന്ന് പറയുന്നത് വെറും ശുദ്ധ മണ്ടത്തരമാണ് എന്നാണ് അഖിൽ മാരാറ് പറയുന്നത്. അപ്പം അത് ശരി തന്നെയാണ്. നമ്മൾ കുറേ സീസൺ ഇപ്പോൾ ഈ ഇതിൽ തന്നെ അവൻ പോയത്, ഇപ്പം നമ്മുടെ ഈ ആഴ്ച പോയില്ലേ, അവൻ പോയതും അഭിഷേക് പോയതും ഫേക്ക് ഇതായിട്ടുള്ളത് തന്നെയാണ്. അത് നല്ലൊരു ഡിസിഷൻ അല്ല. അതല്ലാതെ തന്നെ ഒട്ടും കളിക്കാത്ത ഒരുപാട് പേര് അവിടെ ഉണ്ട്. അപ്പം അഭിഷേകിന്റെ ഒരു ഫെയർ ആയിട്ടാണ് തോന്നുന്നത്, അവൻ പോയത് ഒരു ഫെയർ ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. അപ്പം അതുപോലെ തന്നെ ജിൻഡോനെ പുറത്താക്കാനും ആർക്കാണോ പ്രേക്ഷകരുടെ പിന്തുണയുള്ളത് അവരെ എന്താ പറയുക, അതിനകത്ത് ഒട്ടും ഇതില്ലാത്ത രീതിയിൽ ആക്കി തീർത്തിട്ട് എങ്ങനെയെങ്കിലും അവരെ പുറത്താക്കണം എന്നുള്ളൊരു അജണ്ടയാണ് അതിനകത്തുള്ളത് എന്നാണ് പറയുന്നത്. ഇവർ നേരത്തെ തന്നെ എഗ്രിമെന്റ് ചെയ്തിട്ടാണ് ഇതിനകത്ത് വരുന്നത്. കളിക്കുന്ന ആൾക്കാരാണെങ്കിലും എല്ലാവരും പൈസ കൊടുത്തിട്ട്. അപ്പോൾ ഇത്രയും നിന്ന് കഴിഞ്ഞാൽ അതിന്റെ പകുതി ഷെയർ ഇവർക്ക് എന്നൊക്കെയാണ് അഖിൽ മാരാറ് പറയുന്നത്. അപ്പോൾ അഖിൽ മാരാറ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ നിങ്ങളിത് കേട്ട് നോക്കൂ, നിങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് കേട്ട് നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയോട് നീതി പുലർത്താത്ത ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന ചിലരുടെ നെറുകേടുകൾ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. അതിന്റെ അർത്ഥം അത് വെച്ചിട്ട് കഴിഞ്ഞ മുമ്പെങ്ങാണ്ട് റോബിൻ ഇറങ്ങിയിട്ട് ആൾക്കാരുടെ അടുത്ത് എന്തോ പറഞ്ഞെന്നോ, അപ്പം നന്ദികേട് കാണിക്കരുതെന്ന് പറഞ്ഞിട്ടോ. എനിക്കെതിരെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, ഞാനിത് പറഞ്ഞത് എനിക്ക് വേണ്ടിയിട്ടല്ല. എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഏഷ്യാനെറ്റിന്റെ ഭാഗത്തു നിന്നോ ബിഗ് ബോസിന്റെ അധികൃത ഭാഗത്തു നിന്നോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, വളരെ കൂളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ സിനിമകൾ ചെയ്യാൻ പറയണത് കേട്ടില്ല. അപ്പൊ ഞാൻ അത് വീണ്ടും വിശദീകരിക്കുന്നില്ല. അവിടെ എന്താ പറയാ, അവിടെ ഇതായിട്ടുള്ളൊരു ഷോ എന്നാണ് തന്നെ പറയുന്നത്. പെണ്ണുങ്ങളെ അടക്കം വെച്ചിട്ടാണ് അവർ കളിക്കുന്നത്, പെണ്ണുങ്ങളെ കൂടെ കിടക്കാൻ വിളിക്കുന്നത് എന്നൊക്കെയാണ് അഖിൽ മാരാറ് പറയുന്നത്. അവർക്ക് ഇഷ്ടമുള്ളവർ അവർക്ക് അതിനുവേണ്ടി അവരെന്തും ചെയ്യും, ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യും, അങ്ങനെ എങ്ങനെയെന്നൊക്കെയാണ് അഖിൽ മാരാറ് പറയുന്നത്. അപ്പോൾ ഒന്നും ഇല്ലാതെ അതിൽ മത്സരിച്ചൊരു ആളാണ്. അപ്പം അതുകൊണ്ട് തന്നെ അഖിൽ മാരാറ് പറയണത് നമുക്ക് കുറച്ചൊക്കെ ഒന്ന് മുഖവരിക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ സീസണിലാണെങ്കിലും അഖിൽ മാരാറിനെ പുറത്താക്കാൻ പല കളികളും ചെയ്തു, പക്ഷെ അത് നടന്നില്ല. പുറത്തുള്ള ഒരുപാട് സപ്പോർട്ട് കൊണ്ട് അത് നടന്നില്ല. ഇപ്പോൾ അഖിൽ മാരാർക്കല്ല കപ്പ് കൊടുത്തതെങ്കിൽ ഏഷ്യനെറ്റിന്റെ ഈ ഒരു ഷോ തന്നെ ഇല്ലാതാവും. അത്രയും പ്രേക്ഷകർ ഏഷ്യനെറ്റ് തന്നെ കാണാത്ത രീതിയിലുള്ള ഒരു ഇതായി മാറും. ഏഷ്യനെറ്റിന്റെ MD അവരെ ഒന്നും അഖിൽ മാരാർ കുറ്റം പറയുന്നില്ല. അല്ലാതെ അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇതിൽ വെച്ച് വിലപേശി കളിക്കുന്ന കുറെ പേരുണ്ട്. അതിൽ ബലിയാടുകളാണ് പുറത്തുള്ള സപ്പോർട്ടുള്ള കണ്ടസ്റ്റന്റ് എന്നാണ് പറയുന്നത്. ഇപ്പൊ നമുക്ക് ജിൻഡോക്ക് തന്നെയാണെങ്കിൽ പുറത്ത് ഒരുപാട് സപ്പോർട്ടുണ്ട്, പക്ഷെ അതിനകത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്ന് യാതൊരു സപ്പോർട്ടും കാണുന്നില്ല. എന്താ വെച്ചാൽ എങ്ങനെങ്കിലും അവനെ പുറത്താക്കണം എന്നുള്ള രീതിയാണ്. പിന്നെ അഖിൽ മാരാർ പറഞ്ഞത് സിബിനെ പുറത്ത് ആക്കിയത്. സിബിൻ ഡ്രഗ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉപയോഗിക്കാത്തൊരു വ്യക്തിയാണ്. സിബിന് മാനസികമായിട്ട് തളരാൻ വേണ്ടിയിട്ട് എന്തോ ഡ്രഗ്സ് കുത്തിവെച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അവനക്ക് മെന്റലി തളർന്ന സമയത്ത് അവൻ മെഡിക്കൽ റൂമിൽ പോയില്ല. ആ സമയത്ത്
എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും, ഇല്ലാതെ പറയില്ലല്ലോ. അപ്പൊ സിബിൻ പുറത്തിറങ്ങിയിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട് എന്നാ പറയുന്നത്. ഞാൻ സിബിന്റെ ആ വീഡിയോ കണ്ടില്ല, കുറച്ചേ ഞാൻ കണ്ടുള്ളൂ. അപ്പൊ അഖിൽ മാരാർ പറയുന്നുണ്ട് സിബിനും ഇതുപോലെ ഇത് കുത്തിവെച്ചിട്ടാണ് അവൻ ആകെ മാനസികമായിട്ട് ആകെ ഇതായിപ്പോയി. ഇപ്പോൾ ഡ്രഗ്സ് ഒട്ടും ഉപയോഗിക്കാത്ത ഒരാളുടെ പേരിൽ നമ്മളിത് കുത്തിവെക്കുന്ന സമയത്ത് ആകെ മാനസികമായിട്ട് നമ്മുടെ മാനസിക നില തെറ്റുന്ന രീതിയിലായി മാറും. അതൊക്കെയാണ് അപ്പോൾ അഖിൽ മാരാർ പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഇത് മോശം പ്രവൃത്തി തന്നെയാണ്, ഇപ്രാവശ്യത്തെ ഇത് ഭയങ്കര മോശം തന്നെയാണ്. അപ്പം കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന മെമ്പേഴ്സിനെയൊക്കെ ഇപ്രാവശ്യം 1-2 പേരെയൊക്കെ മാറ്റിയിട്ടുണ്ട് എന്നാണ് അഖിൽ മാരാർ പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു ഷോ ഭയങ്കര ഉടായ്പാണ് എന്നാണ് അഖിൽ മാരാർ പറയുന്നത്. അപ്പൊ നമുക്ക് എന്താ പറയാ, അല്ലാത്തൊരു ഇത് തന്നെയാണ് ഇതൊക്കെ കേൾക്കുന്ന സമയത്ത്. നമുക്ക് ഇപ്രാവശ്യത്തെ സീസൺ എന്ന് പറയുന്നത് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സീസൺ അല്ല. പിന്നെ കുറച്ചൊക്കെ സപ്പോർട്ട് ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ജിൻഡോയ്ക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ജിൻഡോനെ ഇതുപോലെ ഇവർ പല നാറി കളികളും കളിച്ച് പുറത്താക്കുവാണെങ്കിൽ പിന്നെ ബിഗ് ബോസ് ഷോ എന്നുള്ള ഇതേ ഉണ്ടാവില്ല. ഇപ്പൊ ആരെന്ത് കുറ്റം ചെയ്താലും ആർക്കാണ്, അവർക്ക് ആരാണോ ഫെയർ ആയിട്ടുള്ള ആൾക്കാർ അവരെ മാത്രമാണ് അവര് ഫേവർ ചെയ്യുള്ളൂ, അവര് പിടിച്ചു നിർത്തുള്ളൂ. ഇപ്പൊ ജാസ്മിൻ തന്നെയാണെങ്കിൽ ജാസ്മിൻ ജിൻഡോനെ അടിക്കും പിടിക്കും, കുത്തും തെറികൾ വിളിക്കും എല്ലാം ചെയ്യുന്നുണ്ട്. അതൊന്നും അവിടെ ലാലേട്ടൻ വരുന്ന സമയത്ത് സംസാരിക്കുന്ന പോലുമില്ല. മറ്റു ജാസ്മിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ജിൻഡോ ആണ് എങ്കിൽ അവിടെ ഒരു കോലാഹലം തന്നെ ഉണ്ടായിരുന്നു. അവിടെയുള്ള ആളുകളെല്ലാം കൂടെ ചേർന്ന് ജിൻഡോനെ ഒന്നും ആക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ സിബിനാണെങ്കിലും സംഭവിച്ചത്. സിബിൻ നല്ലൊരു കോലിളക്കം ആക്കിയിട്ടാണ് അകത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. സിബിൻ ഇങ്ങനെ ഒരു ഇത് ചെയ്തിട്ട് സിബിനെ പുറത്താക്കി. സിബിൻ അതിനകത്ത് നല്ലൊരു കളികളാണ്, അവൻ എല്ലാവരെയും ഇതാക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവനെ ആദ്യം തന്നെ പുറത്താക്കുകയാണ് ചെയ്തത്. പിന്നെ പൂജ ഇതിന്റെ പേരിൽ പോയതാണ്, ആരോഗ്യസ്ഥിതി മോശമായതിന്റെ പേരിൽ പോയതാണ്. എന്തായാലും അഖിൽ മാരാർ പറഞ്ഞതിൽ 100% സത്യം ഉണ്ടെന്ന് തന്നെയാണ് ഇപ്പൊ ഈ കേൾക്കുന്നവരെല്ലാവരും വിശ്വസിക്കുന്നത്. അപ്പൊ അഖിൽ മാരാർ അവിടെ നിന്നതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പൊ സിബിൻ പോയതോടുകൂടി അഖിൽ മാരാർക്ക് ഒരുപാട് ദേഷ്യം വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് ക്ലിപ്പും കൂടെ കണ്ടിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യട്ടെ. അപ്പൊ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ബിസിനസ് എന്ന് പറയുന്ന കിഷൻ എന്ന് പറയുന്ന അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തിനോടൊക്കെയുള്ള വ്യക്തിപരമായിട്ടുള്ള സ്നേഹവും താല്പര്യവും കൊണ്ടാണ്, അതേപോലെ എന്റെ സുഹൃത്തുക്കൾ ധാരാളം പേര് അവിടെ ഉണ്ട്, അവരോടൊക്കെയുള്ള സ്നേഹം കൊണ്ടാണ് ഇവന്മാരുടെ ഈ നാറുത്തരങ്ങൾക്കെതിരെ നമ്മൾ ഇത്രയും നാൾ മിണ്ടാതിരുന്നത്. ഇതിൽ വന്നു പോയിട്ടുള്ള പല മത്സരാർത്ഥികൾക്കും ഈ സ്ത്രീകളെ ഇവന്മാർ ഉപയോഗിച്ചിട്ടുള്ള രീതികൾ, പല മത്സരാർത്ഥികൾക്കും പണം പറഞ്ഞിട്ട് ആ പണത്തിന്റെ കാശിന്റെ ഷെയർ വാങ്ങി പല മത്സരാർത്ഥികളെയും ബിഗ് ബോസിൽ കയറ്റിയതുൾപ്പെടെയുള്ള വിഷയങ്ങൾ, ഇത്തരം ഒരുപാട് നാറിയ പരിപാടികൾ ഇവരൊക്കെ കാണിച്ചിട്ടുണ്ടായതുകൊണ്ട് ഞാനിത് പിന്നെ ഏഷ്യാനെറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു. ആ കോൺട്രാക്ടിന് അപ്പൊ നിങ്ങളിത് കണ്ടില്ലേ. അപ്പൊ അഖിൽ മാരാർ പറഞ്ഞതിൽ കുറെയൊക്കെ ശരിയുണ്ട്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണെന്നുള്ളതിന് നോക്കാം, കണ്ടറിയാം എന്നല്ലാതെ ഇപ്പൊ നമുക്ക് എന്താ പറയാൻ പറ്റുക. അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.